എല്ലാവർക്കും നമസ്കാരം. യു പ്ലേ എ ഡ്രാമ, യു ഗെറ്റ് എ കർമ്മ. തികച്ചും ഈ ജീവൻ ഒരു നാടകീയമാണ്. ആ നാടകത്തിൽ എന്ത് ചെയ്യുന്നോ അതിനെല്ലാം തന്നെ കർമ്മമുണ്ടാവും. ഈ കാലചക്രത്തിൻ്റെ തുടർച്ചയുടെ ഭാവമാവുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഡ്രാമയാണ് നമ്മൾ എപ്പോഴാണോ ഈ ലൈഫിനെ റിയലൈസേഷൻ ചെയ്യുന്നത് അന്ന് മുതലേ നിങ്ങളുടെ കർമ്മവും അവസാനിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഇത് തുടർച്ചയുടെ ഭാഗമാവും. ഇതൊരു പ്രക്രിയ, അങ്ങനെയാണ് ഇതിൻ്റെ രീതി കടന്നു പോകുന്നത്. നോക്കൂ, ഒരു എലിപ്പത്തായം വെച്ചിട്ട് എലി എങ്ങനെയാണോ ആ എലിപ്പത്തായത്തിൽ കുടുങ്ങിപ്പോകുന്നത്, അതേപോലെ തന്നെയാണ് നമ്മുടെ കാർമിക് ബ്ലോക്കിൽ, ഈ ഒരു ബന്ധനത്തിൽ നമ്മൾ പെട്ടുപോകുന്നത്. അതിൽ കാർമികമുണ്ട്, പൂർവികരുടെ ഉണ്ട്, എല്ലാ സ്മൃതികളുമുണ്ട്. നമ്മൾ ഡ്രാമയാണെന്നറിയാൻ നമ്മൾ ചെയ്യുന്നത് ഓരോന്നും തന്നെ കർമ്മമാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമാണ് നമ്മൾ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു എലി എങ്ങനെയാണോ എലിപ്പത്തായത്തിൽ കിടക്കുന്നത്, അതേപോലെയാണ് നിങ്ങളുടെ പ്രാണൻ ഇവിടെ പെട്ട് കിടക്കുന്നത്. ഇതിനാണ് യോഗികൾ പറയുന്നത് നിങ്ങളൊരു ബന്ധനത്തിലാണ്, പൂർണ്ണമായിട്ടും പഞ്ചഭൂതങ്ങളുടെ ബന്ധനത്തിലാണെന്ന് പറയാനുള്ള കാര്യം ഇതാണ്. നിങ്ങളുടെ പ്രാണൻ ഇതല്ല. നിങ്ങളുടെ പ്രാണൻ സ്വതന്ത്രമാണ്. നിങ്ങൾ പരബ്രഹ്മമാണെന്ന് പറയാൻ കാര്യം നിങ്ങളുടെ ഊർജ്ജം ഇങ്ങനെ ബന്ധനപ്പെടേണ്ടതല്ല. ഈ കാർമികത്തിൽ കടന്ന് വീണ്ടും വീണ്ടും കാർമികം സൃഷ്ടിച്ചുകൊണ്ട് ഈ ജനന മരണ പ്രക്രിയയിൽ നിങ്ങൾ കടന്നു പോകേണ്ടതല്ല എന്ന് പറയാനുള്ള കാര്യം, ഈ പ്രക്രിയയുടെ അടിസ്ഥാനം ഇതൊന്നുമല്ല. നിങ്ങൾ പരബ്രഹ്മമാണ്. നിങ്ങൾക്ക് ഈ കാർമിക് സൈക്കിൾ അല്ലെങ്കിൽ കാർമികത്തിൽ കടന്ന് ഇങ്ങനെ കറങ്ങേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ പരബ്രഹ്മമായിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ ലയനം ചെയ്യാൻ സാധിക്കും. ആൾക്കാർക്ക് പലപ്പോഴും അതിനേലൊക്കെ ചില അബദ്ധം പറ്റുന്നത് ഇങ്ങനെയാണ്. അവർ മെഡിറ്റേഷനും ലോ ഓഫ് അട്രാക്ഷൻ തിയറിയും മൈൻഡ് ട്രെയിനിങ്ങും ഒക്കെ അറ്റൻഡ് ചെയ്ത് നടന്നവരും അവരോട് പറഞ്ഞിട്ടുണ്ടാകും കർമ്മം തീർക്കാൻ പല വഴികളുണ്ടെന്നുള്ളതും. പക്ഷേ അവർ യാഥാർത്ഥ്യമായ ഒരു സാധനയിൽ പരിശീലിക്കുന്നുണ്ട്. യഥാർത്ഥ ആത്മീയതയുടെ പരിശീലനത്തിൽ അവരിറങ്ങി തിരിച്ചാൽ അവർ ഒരു ഘട്ടം കഴിയുമ്പം അവർക്ക് പേടി വരാൻ ആരംഭിക്കും. എന്ന് വെച്ചാൽ അവരറിയാതെ തന്നെ അവിടെ പ്രാണൻ ആ ഉയർന്ന തട്ടിലേക്ക് ലയനം ചെയ്യാനായിട്ടുള്ള ക്രമീകരണത്തിലേക്ക് എത്തിക്കഴിയും. അത് തന്നെയാണ് കാർമികത്തെ ഇല്ലാതാക്കാൻ സാധനം ഉണ്ടേ പറ്റുള്ളൂ. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന മെഡിറ്റേഷൻ പ്രക്രിയകൾ കാണും. അതേപോലെ തന്നെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു മെഡിറ്റേഷനാണ്. എന്നാൽ സാധനയെ അർത്ഥമാക്കുന്ന ഇത്രയേ ഉള്ളൂ. ഈ കാർമികത്തിലാണ് നമ്മൾ കടക്കുന്നത്. ഈ കാർമികമായിട്ടുള്ള ബന്ധനങ്ങളെയെല്ലാം പൊട്ടിച്ച് മാറ്റുവാൻ വേണ്ടി മാത്രമാണ് സാധനയുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അത് ഉയർന്ന ശക്തികളുടെ വൈബ്രേഷൻ കൊണ്ട്, പല ശക്തികളുടെയും വൈബ്രേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട്, എല്ലാ കാർമികവും മുറിച്ചു മാറ്റിക്കൊണ്ട് ആ പരബ്രഹ്മമായിട്ടുള്ള ശിവനിലേക്ക് അലിയുന്ന പ്രക്രിയയാണ് എല്ലാ ആത്മീയ സാധനങ്ങളും തന്നെ. അപ്പം ഇതൊരു ഡ്രാമയാണ്. ഇതൊരിക്കലും ഒരു റിയാലിറ്റി അല്ല. ഇത് കർമ്മം സൃഷ്ടിക്കുന്ന, കർമ്മ പ്രക്രിയയിൽ തുടരുന്നൊരു പ്രക്രിയ മാത്രമാണ്. എന്ന് നിങ്ങൾ അതിൽ നിന്ന് മോചനപ്പെടുന്നു അന്ന് മാത്രമേ നിങ്ങൾ നിങ്ങളെ അറിയുന്നുള്ളൂ. ഇതിനെ മാത്രമാണ് സാധന അർത്ഥമാക്കുന്നത്. ഇത് ഡ്രാമയാണെന്ന് മനസ്സിലാക്കുക. ഈ ഡ്രാമയിൽ നമ്മൾ തുടർച്ചയായി കഴിഞ്ഞാൽ, ഈ ഡ്രാമയാണെന്ന് നമ്മൾ തിരിച്ചറിയാതെ ഇതിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ നമുക്ക് കർമ്മവും നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ എന്തൊക്കെയാണോ ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെയാന്നുള്ളത്, നമ്മുടെ വീടും കുടുംബവും നാടും നമ്മുടെ കാറും വീടും എല്ലാം നമ്മുടെയാന്ന് ധരിച്ചു വെച്ചുകൊണ്ട് അതൊന്നും നിങ്ങൾ ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ പോകുന്നില്ല. അത് വീണ്ടും ഒരു കർമ്മത്തിൻ്റെ തുടർച്ച മാത്രമാണ്. ഈ നിമിഷത്തെ ഓരോ പ്രവൃത്തി പോലും നിങ്ങൾ ഡ്രാമയാന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ, നിങ്ങൾക്ക് സ്വയമേ നിങ്ങളുടെ പ്രാണനിൽ നിയന്ത്രണം കിട്ടാതിരുന്നാൽ ഈ കാർമികത്തിൽ തന്നെ വീണ്ടും വീണ്ടും നമുക്ക് ബന്ധനപ്പെടേണ്ടി വരും. ഇതാണ് എലിപ്പത്തായത്തിൽ എലി കിടക്കുന്നത് പോലെയാണ് ഈ പ്രാണൻ്റെ അവസ്ഥ. നിങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനമല്ല, നിങ്ങൾ പരബ്രഹ്മമാണ്. എല്ലാവർക്കും നമസ്കാരം.